ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസാഫ് കിച്ചൺ. ഇന്നിപ്പോൾ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. എന്ന് വിചാരിക്കും ഒരു വീഡിയോ ഇടണം. അപ്പോൾ ഇന്ന് ഞാനൊന്ന് എഡിറ്റ് ചെയ്തതിൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ഇടുവാണേ. ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പഴയൊരു വീഡിയോ ആണ്. ഒത്തിരി ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു മാസം 1.5 മാസമായിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇതുവരെ ഞാനത് ഷെയർ ചെയ്തിട്ടില്ല, കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ തോന്നി നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കുക്കിംഗ് ഫുള്ളും ഒന്നും കാണിക്കുന്നില്ല. ഇതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ഇതിൽ ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരി ചില്ലി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് അരച്ച് വെച്ച പാത്രം ഒന്ന് കഴുകിയ വെള്ളമാണ് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ അമ്മിക്കല്ലിലൊക്കെ അരച്ച് നമ്മൾ പണ്ട് വയ്ക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ നിന്ന് കിട്ടും. ഒരു തനതായ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പെട്ടെന്ന് മുളക് പൊടി ഇങ്ങനെയൊക്കെ ഇട്ട് നമ്മളല്ലെങ്കിൽ ചിക്കൻ പൗഡറൊക്കെ ഇട്ട് ചിക്കൻ വെക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുളക് പൊടി ഇതുപോലെ കൂടുതൽ ദിവസങ്ങളിൽ വെക്കുകയാണെങ്കിൽ മുളക് മാത്രം ഈ മുളക് വറുത്തെടുക്കുന്നത് ചെയ്യുക. അല്ല നമുക്ക് അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉണ്ടെങ്കിൽ മല്ലിയും കൂടെ നമ്മൾ വറുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതൊരുപോലൊരു പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനി കുറച്ച് സമയം അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്തു, മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഇതിൻ്റെ ഒരു അരപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് തിളച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. നമ്മുടെ എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം അതനുസരിച്ച് തിളപ്പിച്ചതിന് ശേഷം വറ്റിച്ചെടുക്കുകയോ അല്ല അതിന് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കുകയോ റോസ്റ്റാക്കി എടുക്കുകയോ എന്ത് വേണോ ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റിയാണ്.